എല്ലാവർക്കും സമ്മതിക്കാമോ? തള്ളിയിട്ടില്ലേ പാടിയത്? പാട്ടുകാരൻ പാടി വിട്ടു. അവർ കണ്ടുപിടിച്ച് സ്റ്റേജിലായാലും പാട്ടുകാരൻ പാടി വിട്ടു. തള്ളിയോ തള്ളിയില്ലയോ ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നാണെങ്കിൽ, പക്ഷെ ചിന്തിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, മുമ്പേ പോകുന്നതല്ല അറിയുന്നത്. സ്തോത്രം. അതെങ്ങനെ നമ്മളെല്ലാം പ്രത്യേകം അറിയാം. ടെസ്റ്റിന് പോകുമ്പോൾ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞല്ലേ പോകണം. അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? പരീക്ഷ നോക്കും. ഇനി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൈനസ് ആകുന്ന കാര്യങ്ങളുണ്ട്. അത് ശരിയായ ഉത്തരം എഴുതി, പക്ഷെ ചില കാര്യങ്ങൾ ശരിയായി എഴുതാതെ വന്നപ്പോൾ ശരിയായി എഴുതിയത് കൂടി എന്തായി മാറി? മൈനസായി. തിരുവചനത്തിൽ പറയുന്ന അലകൾ ബഹുവിശേഷതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് എല്ലാ കാര്യങ്ങളും അനുസരിച്ചാലും ഒന്ന് തെറ്റിയാൽ എല്ലാം മൈനസ്. എത്ര വഞ്ചന! എ സിക്കാരൻ വഞ്ചനയാണ്. എ സി ആണെങ്കിൽ ഒന്ന് തെറ്റിയാൽ ഒന്നേ പോകും. ഒന്ന് തെറ്റിയാൽ അങ്ങനെ പോകുള്ളൂ. പക്ഷെ ദൈവം 99 ഒന്ന് തെറ്റി അത് 99 പറയും. ദൈവ സ്നേഹമാണ് കൊണ്ടുവരുന്നത്. ദൈവ സ്നേഹമാണ്. അപ്പൊ ന്യായപ്രമാണം മുഴുവനനുസരിച്ചിട്ട് ഒന്നും തെറ്റില്ല മൈനസാണ്. മുഴുവനനുസരിച്ചു. അപ്പൊ 10 കൽപ്പനയനുസരിച്ച് 10 കൽപ്പന ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുസരിച്ചു. പക്ഷെ ഒന്ന് അമ്മയുടെ 1 സെക്കൻഡ് ഒന്നേ പോയുള്ളൂ. എല്ലാം മൈനസാണ്. അങ്ങനെ ഒരു സൈഡ് സ്നേഹമാണെങ്കിൽ മറു സൈഡ് ദഹിപ്പിക്കുന്ന ഇതേ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ധാരണയില്ല. ദൈവം ഏത് വിധത്തിൽ നമ്മോട് ഇടപെടുന്നു എന്ന് നമ്മൾ സ്പഷ്ടമായി മനസ്സിലാക്കണം. എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഏത് വിധത്തിൽ ഇടപെടുന്നത് മനസ്സിലാക്കിയാലേ ആ വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുകയില്ല. ദൈവം ഏത് വിധത്തിൽ ഇടപെടുന്നു അറിയാൻ കഴിയില്ല. നമ്മൾ പൊതുവിൽ മനസ്സിലാക്കും, ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്റെ സഹായകനാകുന്നു, പിന്നെ നാമത്തനർത്ഥങ്ങളെല്ലാം തികച്ച ദൈവമാണ്, ദൈവങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് തിരിക്കപ്പെട്ടത്. നമുക്ക് ഒരു ഭാഗം മാത്രം നടന്നിരിക്കും. അത് മാത്രം പോരാ. മറിച്ച് ദൈവത്തിന്റെ അകന്നു പോകുന്ന ആ അനുഭവം കൂടെ നമ്മളെ ഗ്രഹിച്ചറിയാൻ ഏറ്റവും വലിയ അത്യാവശ്യം. അതിനെക്കുറിച്ച് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ശക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കും. അതിനൊരു ഭാഗം എസ്ഐ പ്രവചനം 59 ഇങ്ങനെ പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ ചെവി എന്തിട്ടില്ല, മന്ദമായിട്ടില്ല. നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മെയും
നമ്മുടെ ദൈവത്തെയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം. നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഇതൊക്കെ അറിയണം. ഇത് അറിയാൻ വേണ്ടിയാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. നമ്മളിങ്ങനെ വായിച്ചു, യേശു ക്രിസ്തു പറഞ്ഞല്ലേ, 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ ഐകമത്യപ്പെട്ടു കൂടി വരുന്നവരുടെ ഇടയിൽ കർത്താവുണ്ടെന്നാണ് അല്ലേ? എന്തിനാണ് കർത്താവ് വരുന്നത്? സാക്ഷാൽ ലോകത്തിൽ എന്താണ് യേശു ക്രിസ്തു? എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്തുള്ളതിന് വേണ്ടിയാണ്. അപ്പൊ കൂട്ടായ്മയുടെ നന്മയിൽ വരുന്നതിന് വേണ്ടിയാണ്. പാപബോധമുള്ളവർ രക്ഷിക്കാൻ വേണ്ടിയാണ്, അവർക്ക് പരിഹാരം കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കൂട്ടായ്മയിൽ കൂടി വരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകാനുള്ളത്? നാം ദൈവത്തിൽ നിന്ന് അല്പമാണെങ്കിൽ അധികമാണെങ്കിൽ അകന്ന ഭാഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് കൂട്ടായ്മ. ഓരോ കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തോട് അല്പമായിട്ട് അടുക്കുവാൻ വേണ്ടിയാണ് അല്ലേ? അതായത് വാങ്ങാൻ വേണ്ടിയാണ്. ചില സിസ്റ്ററുകളുടെ പുസ്തകം ഇങ്ങനെ പറയും, സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് വീട്ടിൽ പോയി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ കൊണ്ട് വീട്ടിൽ പോകണം. യേശു ക്രിസ്തുവിനെ കൊണ്ട് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നിനും കുറവില്ല അല്ലേ? ശരിയാണ്. പക്ഷെ യേശു ക്രിസ്തുവിനെ കൊണ്ട് പോകേണ്ട വഴി പറയണ്ടേ? യേശു ക്രിസ്തുവിനെ കൂടെ കൊണ്ട് വീട്ടിലേക്ക്, ഞാൻ പ്രതീക്ഷയെ പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വഴി പറഞ്ഞിട്ടുണ്ടേ. യേശു ക്രിസ്തു കൂടെ വന്നാൽ ശരി, സമ്മതിച്ചു, ഓക്കെയാണ്, ഒന്നിനും കുറവില്ല. പക്ഷെ യേശു ക്രിസ്തു എന്റെ വീട്ടിൽ വരണ്ടേ? സക്കായി എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ യേശു ക്രിസ്തു പോകാൻ കാരണം എന്താണ്? അല്ലേ? യേശു ക്രിസ്തുവിനെ കാണുന്ന ആഗ്രഹം ഉണ്ടായി, കണ്ടതിന്റെ അനന്തരഫലമായി പാപബോധം ഉണ്ടായി. അതിന് പ്രതിവിധിയായിട്ട് അദ്ദേഹത്തിന്റെ സ്വയം പറയാണ്, പിന്നെ എന്നാ ഞാൻ ചെയ്യാം. ഇതാണ് കാരണം. യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ കാരണം. നമ്മുടെ വീട്ടിൽ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? യേശു ക്രിസ്തു നമ്മുടെ വീട്ടിൽ സാധ്യതയുണ്ടോ? സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലല്ലോ. കർത്താവ് ഞാൻ ആരെങ്കിലും ചെലവായി വാങ്ങി, അല്ലെങ്കിൽ കർത്താവിന് യോഗ്യമല്ലാത്തത് വ്യക്തികളോട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ കൂടെ വരുന്നത്. എന്തിനാണ് വരുന്നത്? നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അല്ലെ വായിച്ചത്? രക്ഷിക്കാൻ കഴിയാതെ യഹോവയുടെ കൈ കൊടുത്തിട്ടില്ല. യഹോവ എന്ന് പറഞ്ഞാൽ ആരാണ്? യഹോവ എന്ന് പറയുന്നത് യേശു ക്രിസ്തു നാമം തന്നെയാണ്. യഹോശുവ, യഹോവ നമ്മളെ രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള യഹോശുവ. യഹോശുവ എന്ന വാക്കാണ് യഹൂദന്മാരുടെ വായിലുള്ളത്. അത് യേശു ക്രിസ്തുവിനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു എന്ന യഹോവ തന്നെ ഈ പറയുന്നത്, സ്തോത്രം, യഹോവയുടെ അള്ളമാണ് ഈ പറയുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വന്നാൽ യഹോവയുടെ കൈ കൊടുക്കിട്ടില്ല. യേശു ക്രിസ്തുവാനാണ് രക്ഷകരെ അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവാനാണ് യഹോവ അല്ലേ? യേശു ക്രിസ്തു രക്ഷകനല്ലേ? ഉറപ്പില്ലേ? അപ്പൊ യേശു ക്രിസ്തുവാണ് രക്ഷിപ്പാൻ കഴിയാതെ തന്നെ യഹോവയുടെ കൈ കൊടുക്കിട്ടില്ല. അവിടെ ആരാണ് ആ യഹോവ? യഹോശുവ, യേശു ക്രിസ്തു അല്ലേ? സ്തോത്രം. അപ്പോൾ ആ യഹോശുവ എന്ന യഹോവ, സ്തോത്രം, മനുഷ്യ വേഷത്തിൽ എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നത് യഹോവയായിട്ടല്ല, മനുഷ്യപുത്രനായിട്ട്, അപ്പോഴും ദൈവപുത്രനായിട്ടാണ്. എന്തിനാ? ജനത്തെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ജനത്തെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോകണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കും. സ്തെഫാനോസ് മരിച്ചടക്കപ്പെട്ടോ? സ്തെഫാനോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ മരിച്ചു, കല്ലറകൊണ്ട് മരിച്ചടക്കപ്പെട്ടു. അടക്കപ്പെട്ടു എന്നിരിക്കട്ടെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരിക്കും അടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു രൂപം അവർ മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ മനസ്സിലാക്കി കഴിയില്ലെങ്കിൽ ഒരു രൂപരേഖയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.
ബൈബിൾപരമായിട്ട് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോയി എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്നാനം എന്തിനു വേണ്ടിയുള്ളതാണ്? പറയാൻ സ്നാനപ്പെട്ട സ്നാനപ്പെട്ടില്ല പറ ചേർന്നു എന്താണ് വിശ്വാസം? ചേരാൻ വേണ്ടി സ്നാനപ്പെട്ട് ചേർന്നില്ല. സ്തോത്രം. അവിടെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചു വെക്കണം. ബൈബിൾ രക്ഷിക്കപ്പെട്ടെന്ന വാക്കല്ല ബൈബിളിലുള്ള, രക്ഷിക്കപ്പെടുമെന്ന്. പക്ഷെ നമ്മളെന്ത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ടു ആക്കി. നിങ്ങൾ തന്നെ നമുക്ക് ഉറപ്പാണ്. സ്തോത്രം. പെടും ഡും എന്നുള്ളത് എന്താക്കി? ടു ആക്കി. പെട്ടു. നമ്മളെ നിങ്ങൾക്ക് ആശ്രയിക്കാനൊന്നുമല്ല, അറിയാൻ വേണ്ടി മാത്രം. നമുക്കറിയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞില്ല. അവരോട് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി. ഈ യഹോവ എന്നാണ് യഹോശുവയാണ് യേശു ക്രിസ്തു. നമ്മുടെ അകൃത്യങ്ങൾ അത്രേ നമ്മെയും നമ്മുടെ ദൈവത്തെ നമ്മൾ എന്തിരിക്കുക? ഭിന്നിപ്പിച്ചിരിക്കുക. സ്തോത്രം. ആരാ പറയുന്നത്? പ്രവാചകനാണ് പറയുന്നത്. ഏത് പ്രവാചകൻ? യെശയ്യാ പ്രവാചകൻ. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലാണ്. പത്രോസ് അപ്പോസ്തലനെക്കുറിച്ച് പറയുന്നത് കർത്താവിന്റെ ആത്മാവിനാൽ ദൈവകൽപ്പനയാൽ പരിശുദ്ധ പ്രവചനം ഒരിക്കലും രണ്ടാം ലേഖനം 1-ാം അധ്യായം 20-ാം വചനം. 1-ാം അധ്യായം 20-ാം വചനം. 2-ാം ലേഖനം. തിരുവെഴുത്തിലെ പ്രവചനം കിട്ടിയോ? എഴുതിയ 2-ാം ലേഖനം ആ പേജിൽ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം അത് തിരുവെഴുത്തിലെ പ്രവചനം. ഇന്നത്തെ പ്രവചനം തിരുവെഴുത്തിലെ പ്രവചനം സ്വന്തം വായിക്കാനല്ല. അപ്പൊ ഇന്നത്തെ പ്രവചനം പറ മനുഷ്യ അല്ലാണ്ട് പറഞ്ഞോ എങ്ങനെയാണ്? സ്വന്തം വായിക്കുന്നുണ്ട്. തിരുവെഴുത്തിലെ പ്രവചനം സ്വന്തമായിട്ട് ഒന്നല്ല. അത് പാപത്തെ കുറിച്ച് ബോധമുണ്ട്. അതാണ് തിരുവെഴുത്തിലെ പ്രവചനം. ഇന്നത്തെ പ്രവചനം പാപത്തെ കുറിച്ചുള്ള ബോധമല്ല ഉള്ളത്, ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചുള്ള ബോധമാണ്. അത് സ്വന്തം വ്യാഖ്യാനം. സ്തോത്രം. അപ്പോൾ തിരുവെഴുത്തിലെ പ്രവചനവും ദൈവാത്മാവും ദൈവം തെരഞ്ഞെടുത്ത ഭക്തന്മാർ തമ്മിൽ വലിയ കണക്ഷനുണ്ട്. എന്നാൽ സ്വന്തം വ്യാഖ്യാനത്താൽ വരുന്ന പ്രവചനവും ദൈവവും ദൈവാത്മാവും തിരുവെഴുത്തും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ ഒരു ബന്ധമില്ലാത്ത പ്രവചനത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ വാളല്ല തലയാ, വാളല്ല തലയാ. നമുക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ട്. ഞാൻ നിന്റെ വാളല്ല തലയാക്കുന്ന സൈനികരുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ എല്ലാം ഇഷ്ടമുണ്ടോ? പരിഹസിക്കുന്നല്ല, ഇയാളെ പരിഹസിക്കുന്നല്ല, ചോദിക്കുന്നു ഇഷ്ടമുണ്ടോ? വാലല്ല തലയാ. വാലം എന്ന് പറഞ്ഞ ദാരിദ്ര്യം, തല എന്ന് പറഞ്ഞ സമ്പന്നത. ഏതാണ് ഇഷ്ടം? ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എന്ത് പറയുന്നത് അറിയാം? അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്റെ പാല്. 9-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാ പ്രവചനം 9:15. മൂപ്പനും മാന്യ പുരുഷനും തന്നെ തല. മൂപ്പനും മാന്യ പുരുഷൻ. ഏത് മാന്യ പുരുഷൻ? ലോക മനുഷ്യരാൽ മാനിക്കപ്പെട്ടതല്ല, ദൈവത്താൽ മാനിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ വചനത്തിലും
അധ്വാനിക്കുന്നവരെ ഇരട്ടി സകല വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാണ് പൗലോസ് അപ്പോസ്തലൻ ഭരിക്കുന്ന മൂപ്പന്മാരെ തിമോഥെയോസ് അപ്പോസ്തലൻ പറയാണ്. അപ്പോഴും മൂപ്പൻ ആരാണ്? മാന്യപുരുഷൻ ആരാണ്? നന്നായി ഭരിക്കുന്ന ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കും. ഉപദേശത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി അധ്വാനിക്കും. അവരാണ് മാന്യപുരുഷനും തലയും. മാന്യപുരുഷനും തലയും. ഇവിടെ പറയാം മൂപ്പൻ. അപ്പോഴേ പുറപ്പാട് ആവർത്തന പുസ്തകം പറയുന്നില്ലേ, ഞാനൊരു മാലയുള്ള തലയാക്കുന്നു. അത് ഏതാണ്? ഇതാണോ ഇന്നത്തെ ആൾക്കാർ പറയണത്? ഇന്നത്തെ ആൾക്കാർ പറയുന്നത് മാല എന്ന് പറഞ്ഞാൽ പരാജയം, തലയെന്ന് പറഞ്ഞാൽ വിജയം. പക്ഷെ ബൈബിൾ പറയുന്ന വാലും തലയെന്ന് പറയുന്നത് ഏതാണ്? അസത്യം. സത്യമല്ല, അസത്യം. അതായത് ദുരുപദേശം പറയുന്നവനാണ് ബാല്. അതായത് ഭൗതിക അനുഗ്രഹം പറയുന്നവനാണ് ബാല്. തലയാണ് ക്രിസ്തുവിന്റെ ഉപദേശം പറയുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശം സ്വർഗത്തിലെ ജീവന്റെ അപ്പം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തുവിന്റെ ഉപദേശം. അത് പറയുന്നവൻ തലയാണ്. ക്രിസ്തു എന്ന തല, ക്രിസ്തു എന്ന തലയുടെ ഉപദേശം പറയുന്നവനാണ് മാന്യപുരുഷൻ. അവൻ ദൈവാത്മാവിന്റെ ദൈവകൽപ്പനയാലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും അല്ല ഭൗതിക അനുഗ്രഹം പ്രവചിക്കുന്നു. പക്ഷെ ആത്മീയമായ ഉപദേശങ്ങളെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധ ആത്മാവിന്റെ നിയോഗത്താലാണ്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് തരും? ഒരു ജോഡി ഡ്രസ് തരും, ഒരു വീട് തരും, ഒരു വിവാഹം തരും, പിന്നെ ഒരു തലമുറ തരും, പിന്നെ കാവൽ. നിങ്ങളുടെ വീട് പരിസരമൊക്കെ കാക്കും പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ്? അല്ല, പിന്നെ പരിശുദ്ധം വന്നിട്ട് പാപത്തെ കുറിച്ച്. അതുകൊണ്ട് യെശയ്യാപ്രവചനം 89 മറ്റു പല ഭാഗങ്ങളിലും പാപത്തെ കുറിച്ച് ബോധം വരുത്തുക. കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പാപത്തെ കുറിച്ച് ബോധം വരുത്തുകയാണ്. പാപത്തെ കുറിച്ച് ബോധം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് യേശുക്രിസ്തു എപ്പോഴും വേണം. എന്തിനാ യേശുക്രിസ്തു എപ്പോഴും? പാപത്തെ കുറിച്ച് ബോധമുള്ളവർക്ക് യേശുക്രിസ്തു എപ്പോഴും വേണ്ടത്. പാപത്തെ കുറിച്ച് ബോധമുള്ള വ്യക്തിക്ക് എപ്പോഴും യേശുക്രിസ്തുവിന് വേണം. എന്തിനു വേണ്ടിയാണ്? പാപ പരിഹാരത്തിന് വേണ്ടി, പിന്നെ അകപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കുറിച്ച് വചനത്തിൽ കൂടെ പാപത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നവർക്ക് യേശുക്രിസ്തു എപ്പോഴും വേണം. പാപപരിഹാരം. നമുക്കൊക്കെ എന്താണ് പാപം? എന്താണ് പാപം? അയ്യോ, അടുത്ത വീട്ടുകാരെ ഉപദ്രവിക്കാൻ പോകുന്നത് മാത്രമല്ല പാപം. നമ്മൾ ആളുകളെ പേടിച്ച്, അടുത്തവരെ പേടിച്ച് നമ്മൾ ഉപദ്രവിക്കാൻ പോകില്ല. അടുത്ത വീട്ടുകാരെ ഉപദ്രവിക്കാൻ നമ്മൾ ആരെയും വിടുന്നു? എന്താ നമ്മളെ പോലില്ല ചോദിച്ചു. നമ്മളെ ഉപദ്രവിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. പക്ഷെ ഉപദ്രവിക്കാൻ പറഞ്ഞാൽ കാണുമായിരിക്കാം. അത് ഒരു തിന്മ തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ ദൈവത്തിൽ നിന്ന്, ഇവിടെ വായിച്ചില്ലേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ. ദൈവമാണ് ആത്മാവ് അല്ലേ? വായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ ഓർമ്മയുണ്ട്, കേട്ടിട്ടുണ്ട്. ദൈവാത്മാവാകും ദൈവത്തെ നമസ്കരിക്കുന്നവർ അല്ലേ? അപ്പോൾ ദൈവാത്മാവാകും. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ജഡീകനാകുന്ന മനുഷ്യ സ്വഭാവത്തിലേക്ക് തിരിഞ്ഞു നമ്മൾ പോകില്ലേ? ഇനി ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞാൽ 119 സങ്കീർത്തനം 11 വാക്യം അവരോട് ചേർത്ത് വായിക്കുമ്പോൾ 119 സങ്കീർത്തനം 11 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ നമ്മളില്ലേ നല്ല കാര്യം രക്ഷപ്പെടാൻ വായിക്കാം. അയാൾ വായിച്ചു കാഴ്ചയൊക്കെ പ്രശ്നമാണെങ്കിൽ വായിക്കണ്ട. നല്ല തെളിവുണ്ടെങ്കിൽ വായിച്ചത്. തെളിവുണ്ടോ? തെളിവില്ല. അപ്പോഴാണോ 119 11 എടുത്തു വായിച്ചു.
ഓക്കെ. അവിടെ എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ വായിക്കാൻ അങ്ങനെ വായിക്കും, അത് ഓർമ്മ. സ്തോത്രം. പലർക്കും അവരെ പഠിപ്പിക്കാനുള്ള കാര്യമാണ്. എന്തോ നിങ്ങളുടെ ഭാഗ്യദോഷങ്ങൾ അവർ പഠിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഭാഗ്യം ഇവിടെ പഠിക്കാൻ പറ്റുന്നു, അല്ലേ? സാധിക്കുന്നു. ഏത് വാക്കാണ് ശരി? പറ്റുന്നു, സാധിക്കുന്നു. ഏതാണ് ശരിയായിരുന്നു? പഠിക്കാൻ പറ്റുന്നു, പഠിക്കാൻ സാധിക്കും. ഏതാണ് ശരിയായിരുന്നു? സാധിക്കും. സ്തോത്രം. വായിച്ചു. ഞാൻ അങ്ങയോട്, അതായത് ദൈവത്തോട്, അതായത് യെശയ്യാപ്രവചനം 59 വായിച്ചില്ലേ? ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ദൈവത്തോട് അകലുകയാണ്. അപ്പൊ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ആരുടെ ആരുടെ എന്റെ 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 വായിക്കുന്ന ആര് വായിച്ചു? അവരെ. ഞാനാണ് വായിക്കണമെങ്കിൽ എന്റെ. ഞാൻ അല്ലെങ്കിൽ അടിയൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടോ? പറയുന്ന ഒരു വ്യക്തിക്ക് അനുസരിക്കുമായിരിക്കും. ശ്രദ്ധിച്ചോ? അപ്പൊ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, അല്ലേ? അപ്പൊ നമ്മൾ സംഗ്രഹിക്കാതിരിക്കുന്നതിന് ഒത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ദൈവത്തോട്. അമ്മയോടല്ല, അപ്പനോടല്ല, അയൽവാസികളോടല്ല, സമൂഹത്തോടല്ല, ദൈവത്തോട്. ഇതാര് കണ്ടു? സമൂഹത്തോട് കണ്ടോ? ഇല്ല. പിന്നെ ആര് കണ്ടു? പള്ളിയിൽ അച്ഛൻ കണ്ടോ? ഇല്ല. പള്ളിയിലെ പാസ്റ്റർ കണ്ടോ? ഇല്ല. കമ്മിറ്റിക്കാരെല്ലാം കണ്ടോ? ഇല്ല. പക്ഷെ ആര് കണ്ടു? ഹൃദയങ്ങളെയും അന്തേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത ദൈവം കണ്ടു. ഈ വചനം ഗ്രഹിക്കുന്നവരും അത് കാണും. അപ്പൊ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ഞാൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സംഗ്രഹിക്കാതിരിക്കുന്നുവോ, അതിൽ എത്രത്തോളം വീഴ്ച വരുന്നുവോ, അത്രത്തോളം നാം ആരോട് പാപം ചെയ്യുന്നു? ദൈവത്തോട് പാപം ചെയ്യുന്നു. ഇതാര് പറഞ്ഞു തരും? ഇതാര് പറഞ്ഞു തരും? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഇത് പറഞ്ഞു തരാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പൊ ഈ പാപത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇനി നമുക്ക് ആരും ആവശ്യമുണ്ട്? പാപമോചകനാകുന്ന യേശു ക്രിസ്തുവിന് ആവശ്യമുണ്ട്. അവിടെയാണ് കർത്താവേ എന്ന് വിളിക്കുന്നത്. യേശു കർത്താവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് പാപ പരിഹാരിയാകയാൽ, പാപപരിഹാരത്തിന് വേണ്ടി കർത്താവ് വന്നിരിക്കുകയാൽ നാം പാപബോധമുള്ളവരാകേണ്ടതിന് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഏത് വഴി വരും നമ്മളിലേക്ക്? ഈ 11-ാം വാക്യം വഴി വരും. പരിശുദ്ധാത്മാവിന് വരേണ്ട വാതിലാണ് ഈ 11-ാം വാക്യം. യെശയ്യാപ്രവചനം 59-1-ാം വാക്യം. ഇതിന് ഓരോ വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ വരേണ്ട വാതിലുണ്ട്. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്പഷ്ടമായി ഗ്രഹിച്ചു ഉണർന്നാൽ നമുക്ക് ധ്യാനമായി മാറും. നമുക്ക് ഇത് ധ്യാനമായി മാറും. അപ്പോൾ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, ഒന്നാം സങ്കീർത്തനം പറയും പോലെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ എന്ത് ചെയ്യും? ധ്യാനിക്കും. ധ്യാനിക്കുമ്പോൾ ആരാകും? ഭാഗ്യവാനാണ്. ഇത് ഇവിടെ പരാജയം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ അകലുന്നത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ അകലുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അകലുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ അകലുന്നു. അപ്പോൾ പ്രവാചകൻ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ മുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രേ. പാപം ഏത് പാപം? നമ്മുടെ ആ പാപം. അപ്പൊ ഏത് പാപമാണ് ദൈവത്തിൽ അകറ്റിയത്? ഏത് പാപമാണ് ദൈവത്തിൽ അകറ്റിയത്? ദൈവവചനം
ധ്യാനമില്ലായ്മ ദൈവത്തിൽ നമ്മൾ അകറ്റുകയാണ്. ദൈവവചന ധ്യാനമില്ലായ്മ ദൈവവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അകറ്റുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ അകറ്റുമ്പോൾ നമ്മൾ ആരായി മാറും? നമ്മൾ ആരായി മാറുകയാണ്? അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്റെ ദാസ്യദാസ്യന്മാരായി മാറുകയാണ്. പിന്നെ അവരെന്ത് പറയും അതെന്ന് നമ്മൾ ചെയ്തോണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞ ഉപവാസം പോലെ ഞാൻ ഉപവസിക്കും. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്മാർ പറയുന്ന രീതിയിൽ ഞാൻ നേർച്ച കാട്ടി കൊടുത്തു. പക്ഷെ ഓരോ വചനമെന്ന സ്തോത്രം വാതിലിൽ കൂടെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തുടങ്ങിയപ്പോൾ അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്മാർ ഏത് വിധത്തിൽ വന്ന് സമീപിക്കുന്നുവെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവരിൽ നിന്ന് അകന്നു തുടങ്ങി. സ്തോത്രം. പക്ഷെ അകന്നു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? വചനം എന്ന വാതിൽ തുറന്ന് പരിശുദ്ധാത്മാവ് അധികമായി ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അധികമായി ഇടപെടുവാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തീർന്നറിയാം. അധികമായി പാവത്തെ കുറിച്ച് ബോധവൽക്കരിക്കാൻ തുടങ്ങി. എന്നെ അധികമായി പാവത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധവൽക്കരിക്കാൻ തുടങ്ങി. അപ്പോൾ അധികമായി ബോധവൽക്കരിക്കുമ്പോൾ ഇനി അധികമായിട്ട് എനിക്ക് ആരെ വേണം? തെറ്റിയാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് തിരുവചനമെന്ന വചനമെന്ന വാതിൽ തുറന്ന് എന്നോട് ഇടപെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അധികം പാപബോധമുള്ളവനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ആരെ വേണം? ക്രിസ്തുവിനെ പറഞ്ഞു യേശു ക്രിസ്തുവിനെ വേണം. എന്തിനാ? എനിക്ക് ബോധം വരുന്ന പാപത്തിന്റെ പരിഹാരത്തിന്. പക്ഷെ ഇത് വേറൊരു വ്യക്തിയെ ഉപദ്രവിച്ച് പാപിയായതല്ല. വേറൊരു വ്യക്തിയെ ഉപദ്രവിച്ച് പാപിയായതല്ല. ദൈവത്തോട് തന്നെ ഞാൻ പാപം ചെയ്ത് പാപിയായത്. അതങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ അകന്നിരിക്കുക. അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വചനം വായിച്ചപ്പോൾ ആ വചനമെന്ന വാതിൽ തുറന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങിയത് ഈ വചനപ്രകാരം നീ പാപിയാണ്. ഈ വചനപ്രകാരം ദൈവത്തിൽ നീ അകന്നിരിക്കുകയാണ്. സമൂഹവാസിയിൽ അകന്നിരിക്കണ കാര്യമല്ല പറഞ്ഞ്. അമ്മയോട് അപ്പനോട് പണങ്ങിയിരിക്കണ കാര്യമല്ല പറഞ്ഞ്. ഹല്ലേലൂയ. അമ്മയോട് അപ്പനോട് പണങ്ങിയിരിക്കണമെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്, ഇല്ലേ? അത് അവരവർക്ക് തന്നെ അറിയാം. പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് പറയുന്ന കാര്യമല്ല. ഉണ്ടോ? സഹോദരനോടോ സഹോദരിയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ അമ്മയോടോ അപ്പനോടോ പിണങ്ങിയിരിക്കുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം അവരവർക്ക് തന്നെ അറിയാം. അറിഞ്ഞൂടെ? അത് പ്രത്യേക പരിശുദ്ധാത്മാവ് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് അറിയാം. അവർ പിണങ്ങിയെങ്കിൽ എന്ത് കാരണത്താലാണ് അവർ പിണങ്ങിയിരിക്കുന്നത് അവർക്കറിയാം. പക്ഷേ ദൈവത്തോട് പാപം ചെയ്യുന്നത് നമുക്കറിയില്ല. ദൈവത്തോട് പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അറിയാമോ? ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വചനമെന്ന വാതിലിൽ കൂടെ നമ്മൾ ഇടപെട്ട് തുടങ്ങിയാൽ നമുക്ക് ബോധം വരും. ഇന്ന വചനത്താൽ ഇന്ന കാരണങ്ങളാൽ നീ ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക. ഇനി അടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഞാൻ ഇങ്ങനെ പറയുന്നത്, ജഡപ്രകാരം ഞാൻ ഇങ്ങനെ പറയുന്നത്, യേശുവിന്റെ സൗഖ്യമാണ്. അത് യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ്. യേശു കർത്താവിനെ സൗഖ്യമാക്കിയത് ഞാൻ ഉറപ്പിച്ചു പറയണം, അത് യേശു കർത്താവിന് മഹത്വമാണ്. ഇവിടെ എന്തൊരു ചോദ്യം? കാരണം എന്നെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നത് ഞാൻ പറയും. അപ്പുറത്ത് നിരീശ്വരവാദി പറയാം അവനെ സൗഖ്യമാക്കി. യേശു അല്ല, അവനെ സൗഖ്യം കിട്ടി. വേറെ പറയാം അവന് സൗഖ്യം കിട്ടി. പക്ഷേ യേശു കർത്താവിന്റെ പാപപരിഹാരിയാണെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിക്ക് ഒരു പാപപരിഹാരി പറയുന്നില്ല. മുസ്ലിംമാരൊരു പാപപരിഹാരി എടുത്ത് പറയാനില്ല കേട്ടോ. ഹൈന്ദവനൊരു പാപപരിഹാരി എടുത്ത് പറയാനില്ല. പക്ഷെ ക്രൈസ്തവന് ഉണ്ട് ഒരു പാപപരിഹാരി. അവിടെയാണ് യേശു കർത്താവിന്റെ മഹത്വം ഉണ്ടാകുന്നത്. അവിടെയാണ് യേശു കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്.
ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് തിരുവഴുത്തിൻ പ്രകാരം നമ്മെ ഓരോരുത്തരെയും കൂട്ടിവരുത്തുന്നത്. നമ്മെ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവാത്മാവ് ആരെയും കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അനേക ഇടങ്ങളിൽ അനേകർ കൂടി വരുന്നത് ഈ കാര്യത്തിന് വേണ്ടി അല്ല. അത് അവിടെ കൂടി വരുന്നവരുടെ ഭാഗ്യക്കേടാണ്. ഞാനും അങ്ങനെ കൂടിയിട്ടുണ്ട്, അന്ന് എന്റെ ഭാഗ്യക്കേടായി. ചില ഇടങ്ങളിലൊക്കെ ഞാൻ കുട്ടികളിലേക്ക് പോകുമ്പോൾ അവരെ ഭയങ്കര പ്രവചനം പ്രവചിച്ചു. നിനക്ക് നല്ലൊരു വാഹനം കിട്ടും, നിന്നെ ആരും കയറിയിട്ടില്ലാത്ത വാഹനത്തിലേക്ക് നിന്നെ കയറ്റും, നമുക്ക് ഭയങ്കര പ്രവചനങ്ങൾ പറയും. പക്ഷെ പ്രവചനം കഴിഞ്ഞതിന് ശേഷം ആ പാസ്റ്ററെ റിഹേഴ്സൽ വിളിച്ചിട്ട് പറയും, വല്ല നടക്കും പാസ്റ്ററെ, അത് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും. ഞാൻ പറയും, ദൈവാത്മാവ് പ്രവചിക്കുന്നത് അകൻ തന്ന കാര്യമല്ല, അങ്ങോ ഇങ്ങോ കൊണ്ടുപോകുന്ന കാര്യമല്ല, ഈ ലോകത്തിൽ ഒരു കാര്യമല്ല. ദൈവാത്മാവ് പ്രവചിക്കുന്നത് പാപത്തെ കുറിച്ച്. പ്രവചനം പാപത്തെ കുറിച്ചുള്ള ബോധമാണ് പ്രവചനം. ദൈവത്തിന് മനുഷ്യനോട് അരുളി ചെയ്യാനുള്ളത് അവൻ പാപത്തെ കുറിച്ചുള്ള ബോധമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നിരിക്കുന്നു, ദൈവത്തോട് പിണങ്ങി ലോകത്തോട് ഇണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഭക്തനാകുന്ന അയ്യോ പറയുകയാണ്, ദൈവത്തോട് ഇണങ്ങുക, ദൈവത്തോട് ഇണങ്ങുക, ദൈവത്തോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. എന്താ? ഞാൻ എന്റെ ശത്രുവിനോട് പറയും, ഇനി ഞാൻ കേട്ടോ, എന്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കും. ആരാണ് എന്റെ ശത്രു? ഞങ്ങൾക്കറിയാം. ഇവിടെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്റെ ശത്രു ദൈവം. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു. എന്താ കാരണം? ഞാൻ ദൈവത്തിൽ അകന്ന കാരണം ഞാൻ പറഞ്ഞത് ദൈവമില്ല, അത് ഞാൻ അവ ദൈവം ദൈവം എന്റെ ആരായി ശത്രു. അത് യേശുവിനോട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കും. എന്റെ ശത്രു ആരാ? ദൈവമാണ് എന്റെ ശത്രു. ഞാൻ ദൈവത്തെ ശത്രുവായി കാണുന്നവർ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ അറിയാതിരിക്കും നാം നമ്മുടെ ദൈവത്തെ ആരായി കാണുമെന്നറിയാം, ശത്രുവായി കാണും. എത്രയോ കുടുംബങ്ങളിൽ സ്ത്രീ അതായത് ഭാര്യ അറിയാതിരിക്കെ സ്വന്തം ഭർത്താവിനെ ശത്രുവായി കാണുന്ന കുടുംബങ്ങളുണ്ട്. അറിയാമോ? സ്വന്തം ഭർത്താവിനെ ശത്രുവായി കാണുന്ന ഭാര്യയുണ്ട്. അറിയാമോ? അറിഞ്ഞോളൂ. നാളെ മുതൽ സ്തോത്രം. പക്ഷെ ഇടപെടൽ സ്നേഹം ഭയങ്കര സ്നേഹമായിരിക്കാം, പക്ഷേ ശത്രുവായി കാണും. പല കാരണങ്ങൾ എന്നതുപോലെ പല കാരണങ്ങളിൽ നാം ദൈവത്തെ ശത്രുവായി കാണുന്നവരാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നോ. അറിവ് നമ്മൾ പ്രാപിക്കണം. ആ അറിവ് തരാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ദൈവത്തോട് നാം എത്രത്തോളം ശത്രുവായിരിക്കുന്നതെന്ന് അറിയിപ്പ് തരാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അതിൽ ഇടപെടും. അതിൽ ഒരു ഭാഗമാണ് യെശയ്യാ പ്രവചനം 10:30 വായിക്കാം. നമ്മുടെ അകൃത്യങ്ങളെ നമ്മെയും നമ്മുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവം കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖത്തെ നമുക്ക് മറയ്ക്കുമാറാക്കിയത്. നമ്മുടെ എന്റെ പാപ നിമിത്തം ദൈവം എന്ത് ചെയ്തു? മുഖം മറച്ചു. അങ്ങനെ നിരന്തരം എന്റെ പാപ നിമിത്തം ദൈവം മുഖം മറച്ചു വയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തെ എന്തായി കാണും? സ്നേഹിതനായി കാണോ, അത് ശത്രുവായി കാണോ? അല്ല, മാനുഷ്യ രീതിയിൽ പറയാം, ഇയാളെ ഞാൻ കാണാൻ എപ്പോഴും മുഖം മറച്ചാണ്. നാളുകളിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇയാളെ എന്നെ എങ്ങനെ കാണും? അല്ലെങ്കിൽ ടീച്ചറെ കാണുമ്പോൾ ഞാൻ മുഖം മറച്ചാണ്. ചില ദിവസങ്ങളിലും ആഴ്ചകളും കഴിയുമ്പോൾ ടീച്ചർ എന്നെ എങ്ങനെ കാണും? എന്താണ് കാരണം? ടീച്ചർ അറിയുന്നില്ല, ഞാൻ മുഖം മറച്ചാണ്. അപ്പൊ സ്തോത്രം. അപ്പൊ ദൈവ മുഖം മറയ്ക്കുമ്പോൾ
നാളുകൾ കഴിയുമ്പോൾ ഞാൻ ദൈവത്തെ എങ്ങനെ കാണും? ദൈവം മുഖം മറയ്ക്കും. കാരണം ഞാനാ. പക്ഷെ ഞാൻ കാരണമാണ് ദൈവത്തിന്റെ മുഖം മറയ്ക്കുന്നത് ഞാൻ അറിയുന്നില്ല. പക്ഷെ ദൈവം മുഖം മറയ്ക്കുകയാണ്. ഞാൻ ആരായി? ഇതൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മൾ അറിയാത്ത ഒരുപാട് സത്യങ്ങൾ നമ്മളുടെ കിടക്കുകയാണ്. നമ്മൾ അറിയാത്ത നിരവധി സത്യങ്ങൾ നമ്മളുടെ കിടക്കുകയാണ്. ഇവിടെ ദൈവം മുഖം മറയ്ക്കുകയാണ്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ നല്ല നല്ല മനസ്സോടെ തിരുവചനത്തിന്റെ പ്രകാശനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മുഖം ദൈവം തന്റെ മുഖത്തെ ദൈവത്തിന്റെ മുഖത്തെ നമുക്ക് മറച്ചു വെച്ചിരിക്കുക എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും. പറ്റാൻ സാധ്യതയുണ്ട്. ചിന്തിക്കാൻ സാധിക്കും. മനസ്സിലായി? ചോദ്യം മനസ്സിലായി? ഞാൻ നിമിത്തം, അത് വചന ധ്യാനമില്ലാത്ത ഞാൻ നിമിത്തം, വചന വായന കുറഞ്ഞിരിക്കുന്ന ഞാൻ നിമിത്തം ദൈവത്തിന്റെ മുഖത്തെ ദൈവം മറച്ചു തിരിക്കും. ഇത് ഞാൻ അറിയുന്നു. ഇതറിയണം. അറിയാനുള്ള പ്രവർത്തനം. ദൈവം എന്നെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിയണം. അതിനുവേണ്ടി പ്രവചനം. ലേഖനഭാഗങ്ങളോട് ചേർത്ത് വായിച്ചാൽ പ്രവചനം സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. പ്രവചനം സഭയ്ക്ക് ആത്മീയ ചിന്തകളെ വർദ്ധിപ്പിക്കുന്നു. പ്രവചനം സഭയ്ക്ക് ആത്മീയ ചിന്തകളെ വർദ്ധിപ്പിക്കുന്നു. ഇന്നത്തെ പ്രവചനമോ? അതാ നേരത്തെ പറഞ്ഞത്, സ്വന്തമായ വ്യാഖ്യാനത്താലുള്ള പ്രവചനം ആത്മീയ ചിന്തയല്ല വർദ്ധിപ്പിക്കുന്നത്, ഭൗതിക ചിന്ത വർദ്ധിപ്പിക്കും. എന്റെ ജീവിതത്തിൽ പ്രവചനങ്ങളൊക്കെ ഞാൻ കേട്ട സമയങ്ങളിൽ എന്റെ ചിന്ത ഭൗതികമായി വർദ്ധിച്ചു. പക്ഷെ ആ പ്രവചനങ്ങളെ കള്ളപ്രവചനമാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് മുതൽ അവരുടെ പ്രവചന മുഖാന്തരം എനിക്ക് ഭൗതിക ചിന്തകൾ വർദ്ധിക്കാതെ വണ്ണം എന്നെ തന്നെ സൂക്ഷിക്കേണ്ടതിന് തിരുവചനം എന്നെ സഹായിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഒന്നാം ലേഖനം 1:7 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ, ഇത് നമ്മുടെ യശയ്യാ 59 വായിച്ച മറക്കരുത്. സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. അപ്പൊ അന്യഭാഷ പറയുന്നവർ ഓർക്കണം, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ അവരവർക്ക് ആത്മീയ ചിന്ത വർദ്ധിപ്പിക്കുകയാണ്. അല്ലേ? നമ്മളൊക്കെ അന്യഭാഷ പറയുന്നത് അന്യഭാഷ ഇരുന്ന് പറഞ്ഞു പറയാനില്ല. അന്യഭാഷ പറയുന്നത് അല്ലെങ്കിൽ ഇയാളെ ഭാഷ പറയും, ഇയാളെ ഭാഷ പറയും, ഇയാളെ ഭാഷ പറയും, ഇയാളെ പറയും. ആത്മീയത വളരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം. ഇയാളെ പ്രാപിക്കാൻ ആഗ്രഹം പ്രാർത്ഥിക്കും. ഇയാളെ അന്യഭാഷ പറയുന്നു. ഇവിടെ ഞാൻ കേട്ടിട്ടില്ല. വീട്ടിൽ മാത്രമേ പറയും. ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമേ ആരും കേൾക്കാറ്. അങ്ങനെയല്ല. എല്ലാവരും ഇയാൾ അന്യഭാഷ നമുക്ക് ആത്മീയ ചിന്ത വളർന്നു. അന്യഭാഷയ്ക്കൊപ്പം ആത്മീയ ചിന്ത വളർന്നു. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തോട് സംഭാഷണം. ദൈവത്തോട് എന്താണ് സംസാരിക്കുന്നത്? ഞാനും ദൈവത്തോട് ചെയ്ത പാപങ്ങളെ അന്യഭാഷ ദൈവത്തോട് എന്ത് പറയണം? അമ്മ അറിയാതിരിക്കണം. ഈ ആന്റി വിളിക്കുന്നു. ഈ ചാച്ചി അറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ അന്യഭാഷയിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പാപം ഏറ്റു പറയാം. പരിഹാരമായിട്ട് ആത്മീയ ചിന്ത വേണം. ആത്മീയ ചിന്ത ഇല്ലാതിരിക്കുന്നത് ആത്മാവാകുന്ന ദൈവത്തോടുള്ള പാപം. അതായത് ആത്മാവാകുന്ന ദൈവത്തോട് അകലുന്നതിന്റെ അടയാളമാണ് ജഡത്തിന്റെ ചിന്ത കൂടുന്നത്. ഭവനങ്ങളുടെ കാര്യങ്ങൾ
കുടുംബകാര്യം, വിദ്യാഭ്യാസ കാര്യം, ജോലി ഇതൊക്കെ ചിന്ത വരുമെന്നല്ല പറയുന്നു. പക്ഷെ കൂട്ടായ്മ വരുമ്പോൾ 100 പേര് ആത്മീയ ചിന്തയിലാണ്. ആത്മീയ ചിന്തയിലാണ്. വീട്ടിൽ പോകുമ്പോൾ 60 പേര് മതി. അവിടെ വീട്ടിൽ പോകുമ്പോൾ എത്ര പേരുണ്ട്? 30 പേര്. ബാക്കി 70 പേര് ആ കാര്യമായിരിക്കും. സ്കൂൾ അവിടെ പോകുമ്പോൾ 30 പേര് ആത്മീയ ചിന്ത നല്ലതാണ്. ബാക്കി 70 പേര്, അത് 100 വാക്ക് പറഞ്ഞാൽ അല്ല 100 വാക്ക് ചിന്തിച്ചാൽ 70 കാര്യവും അവിടെ സ്കൂളിന്റെ കാര്യമാണെങ്കിൽ 30 കാര്യം 30 പേര്. വീട്ടിൽ വരുമ്പോൾ 60 പേരെയാണ്. കുട്ടികൾ വരുമ്പോൾ 100 പേര് ആത്മീയ ചിന്ത ജനിക്കേണ്ട സ്ഥാനത്താണ് പ്രവാചകന്മാർ ഭൗതികമായിട്ട് പ്രവചിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുള്ളത്. ആ വഞ്ചനയിൽ നമ്മൾ കൊടുക്കരുത്. അതാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു, കള്ളപ്പുസ്തകന്മാരെ സൂക്ഷിപ്പിക്കും, കള്ള ഉപദേശകന്മാരെ സൂക്ഷിപ്പിക്കും. നമ്മൾ തിരിച്ചറിയാനാണ് നമുക്ക് പ്രീതിയുള്ളവരാണോ അത് വിഷയം. എന്റെ കുടുംബത്തിലുള്ളവരാ ദുരുപദേശകന്മാരാണ്. ഭൗതിക അനുഗ്രഹത്തിന്റെ പ്രവാചകൻ എന്റെ കുടുംബത്തുള്ള ജഡപ്രകാരം എന്റെ കുടുംബത്തുള്ള ജഡിയ പ്രവാചകന്മാരാണ്. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞ് അവരെ സംസാരിക്കും. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അംഗീകരിക്കും. അതുകൊണ്ട് എന്റെ ആത്മീയ ചിന്ത മുരടിപ്പിച്ച് ഭൗതിക ചിന്തയിലാക്കുന്ന കാര്യം ആയതുകൊണ്ട് സ്തോത്രം. എന്റെ കുടുംബത്തിൽ പല പ്രവാചകന്മാരുണ്ട്, പക്ഷെ അവർ ഞാനിവിടെ എന്തില്ല കണക്ഷനില്ല, ഡിസ്കഷൻ. ഇത് വിവാദം വരുമ്പോൾ തന്നെ വിളിക്കണോ വേണ്ടെന്ന് ആലോചിക്കുക. വിളിക്കണോ? കുടുംബക്കാരാണെങ്കിൽ വിളിക്കണോ? വിളിക്കേണ്ടതോ? ദൈവമുണ്ട്, കള്ളപ്രവാചകനുണ്ട്. എനിക്ക് ആ വിഭാഗത്തിന് ദൈവം വരണോ, ദൈവസാന്നിധ്യം വരണം, കള്ളപ്രവാചകനുണ്ട്. രണ്ടും കൂടി ഇല്ല. ഏക ഒന്ന് വരും. അവർ വിളിക്കുന്നു. ഞാൻ വിളിക്കണമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ വിളിച്ചോ? ഞാൻ വിളിക്കണം. നിങ്ങളെ കാര്യം നിങ്ങൾ വിളിച്ചു, ഞാൻ വിളിക്കണം. നമ്മൾ അല്പ ചിരിയിൽ കൂടെയാണ് വന്നെങ്കിലും സംഭവം കാര്യം കുറവാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു വിവാഹത്തിന്റെ ക്രമീകരണം ചെയ്യുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം പറഞ്ഞവർ കള്ളപ്രവാചകനാണ്. നമുക്ക് ഏതാണ് വേണ്ടത്? നമ്മെ ഇതുവരെ കൊണ്ടെത്തിച്ചത് കള്ളപ്രവാചകനാണോ ദൈവസാന്നിധ്യമാണ്? എങ്കിൽ ആരോടാണ് വരുന്നത്? എങ്കിൽ കള്ളപ്രവാചകൻ വരുന്നത്? ഇനി പക്ഷെ ദൈവം പറയുന്നത് അവരെ അവിടെ ക്ഷണിക്കണം. ബാക്കി എന്റെ ഇഷ്ടം. ദൈവം പറയുന്നത് അവരെ അവിടെ, കാരണം ദൈവം അയച്ചിട്ടില്ലാത്ത പ്രവാചകന്മാരെ ക്ഷണിക്കരുത്. ദൈവത്തിന്റെ ആജ്ഞ അങ്ങനെയാണ്. ബാക്കി പിന്നെ എന്റെ ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു, അതേപോലെ ബാക്കി എന്റെ ആഗ്രഹം, എന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തിലേക്ക് വിടും. പക്ഷെ എന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞ ദൈവം യശയ്യാപ്രവചനം വായിച്ച പോലെ. ഇനി നിങ്ങൾ പറയും എന്ത് ചെയ്യണം? ഇത് എന്റെ കാര്യത്തിൽ ചോദിക്കുകയാണ്. ബാക്കി നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനിച്ചോ. സ്തോത്രം. മനസ്സിലായോ? നമ്മൾ ദൈവത്തിന്റെ ശത്രുവാണോ? നമ്മളറിയാതെ നാം ദൈവത്തിന്റെ ശത്രുവായി മാറുക. നമ്മൾ അറിയുന്നില്ല, പക്ഷെ ഇത് ദൈവം അറിയും. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറയുന്നത് നാം ദൈവത്തിന്റെ ശത്രുവായിരിക്കുമ്പോഴും പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴും പലതിലും നാം ദൈവത്തിന്റെ ശത്രു. നമ്മൾ അറിയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് തത്സമയം നമുക്ക് ബോധവൽക്കരിക്കേണ്ട ഇടം നമ്മൾ കൊടുത്താൽ അത് ബോധവൽക്കരിച്ചു. ഇപ്പൊ നമ്മൾ അല്പ ഇടം കൊടുക്കുന്നുണ്ടാണ് പരിശുദ്ധാത്മ ഇടപെടുന്നത്. അപ്പോൾ അന്യഭാഷ നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയുള്ളത്. അന്യഭാഷ എന്തിനു വേണ്ടിയുള്ളത്? നിങ്ങൾ പറ മനുഷ്യയാണ്. ആത്മീയ വർദ്ധനവിനുള്ളത്. പക്ഷെ നമുക്ക് വർദ്ധന വരുന്നുണ്ടോ?
കൂട്ടായ്മയ്ക്കിരിക്കുമ്പോൾ 100% അന്യവർത്തനം വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെയാണ് ദൈവവും നമ്മൾ തമ്മിൽ അകന്നിരിക്കുന്നതിന് തെളിവ്. അവിടെ പരിശുദ്ധമാകുന്ന പാപബോധം വരും, അടുത്തു വരാനായിട്ട് ബോധം വരും. ബോധം വരുമ്പോൾ ഭാഷയിൽ ദൈവത്തോട് പാപത്തെ ഏറ്റുപറഞ്ഞ് അവൻ ദൈവത്തോട് കടന്നുപോകുക. അന്യഭാഷ സംസാരിക്കുന്ന തനിക്ക് തന്നെ ആത്മീയ വർദ്ധനവർക്കുകയാണ്. ഭൗതിക ചിന്തയല്ല കേട്ടോ വർദ്ധിക്കണം, ആത്മീയ ചിന്ത. അപ്പൊ ആത്മീയ ചിന്ത വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വാതുറക്കുമ്പോൾ എന്തുവരും? ഹൃദയം നിറഞ്ഞു കഴിയുന്നത്. അപ്പോൾ ആത്മീയ ചിന്ത കൂടിക്കഴിഞ്ഞാൽ വാതുറക്കം എന്തുവരും? ആത്മീയകാര്യങ്ങൾ വരും, ആത്മീയകാര്യങ്ങൾ വരും അല്ലേ? ആത്മീയകാര്യങ്ങൾ വരും. ഇതുപോലെ ചില ദിവസങ്ങളോട് കഴിയുമ്പോൾ അവിടെ കല്യാണം 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 അല്ലേ? അവിടെ കല്യാണം, ഇവിടെ കല്യാണം, അവിടെ കല്യാണം, ഇവിടെ കല്യാണം, കല്യാണം കല്യാണം കല്യാണം. ചില ദിവസങ്ങളോട് കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ അതിന്റെ ശക്തി കയറിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ അല്പശക്തി വന്നങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ സ്തംഭിച്ചിരിക്കുമ്പോഴേക്കാണ്. ഇവിടെ അങ്ങനെ അവിടെ അങ്ങനെ അല്ലേ? അവിടെ അതോട് ബന്ധത്തിൽ ചേട്ടല്ലേ ആണല്ലേ? ആ കല്യാണം വിടുമ്പോൾ അതിന് ശക്തി കൂടെ വരും. അപ്പോൾ അതിന് ശക്തി വരുമ്പോൾ അതിന്റെ ചിന്ത കൂടും. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളോടില്ലാതെ ചിന്ത കൂടും. അപ്പോൾ ഉയരത്തിന്റെ ശക്തി ലഭിച്ചിട്ട് അവിടെ ഉയരത്തിന്റെ ശക്തി ലഭിക്കുന്ന നമ്മുടെ ചിന്ത കൊണ്ടാ ഉയരത്തിലേക്കാണ്. അവിടെ ഉയരത്തിലേക്കാണ് ചിന്തയെങ്കിൽ യഹൂദയിലും ശമരയിലും കൂടെ എത്രത്തോളം പ്രസംഗിക്കണം എന്ന് പ്രസംഗിക്കും. കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് എന്താ? ഉയർത്തുള്ളത് ഇറാഖ്, ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യ. അപ്പൊ ഇവർക്ക് ശക്തിയോട് സർവ്വലോകോടെ ഇതൊക്കെ ഇഷ്ടമുണ്ട്. അപ്പൊ ലോകത്തിലെ ശക്തിയാണെങ്കിൽ ഇവിടെ ഒരു വ്യാപന ശക്തിയാണ്. നമ്മള് ശമ്പളം കൊടുത്ത് അല്ലെങ്കിൽ ദശാംശം കൊടുത്ത് കാണിക്ക് കൊടുത്ത് സ്റ്റേജിൽ വിളിച്ച് പ്രസംഗിക്കുമ്പോൾ അവർക്ക് ശക്തിയാണ്. നമ്മൾ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കില്ലേ? ദശാംശം കൊടുത്ത് കാണിക്ക് കൊടുത്ത് നമ്മൾ അതിന് വിലയ്ക്ക് വാങ്ങിക്കില്ലേ? അല്പം കൂടി കൊടുല്ലേ? എന്നോട് ഒരു കൂടുതൽ പറയുന്നുണ്ട്, ഇതപ്പം കൂടുതലാണ്, കൂടുതൽ ഇതപ്പം കൊടുക്കും. ദൈവത്തെ സ്തുതിക്കാം. എന്ത് കൂടിയാലും കുഴപ്പമില്ല, ആത്മീയം മാത്രം ആർക്കും കൂടരുത്. പണം കൂടിയാൽ കൂടെ ആരും കുറ്റം പറയില്ല, വിദ്യാഭ്യാസം കൂടിയ കുറ്റം പറയില്ല, പ്രൊമോഷനിൽ കൂടുതൽ കിട്ടിയാൽ കുറ്റം പറയില്ല, ശമ്പളം കൂടുതൽ കിട്ടിയാൽ കുറ്റം പറയില്ല, വസ്തുത്തിൽ കൂടുതൽ വാങ്ങിയ കൂട്ടിയ കുറ്റം പറയില്ല പറയും. പക്ഷെ ആത്മീയ ചിന്ത കൂടിയാലോ പറഞ്ഞിട്ടില്ലേ? ഒരു അക്കൗണ്ട് കൂടി നോക്കണം. ഇവിടെ കേട്ടില്ലേ? പലരും പറഞ്ഞിരിക്കാം കുറച്ചുകൂടി ചിന്ത കൂട്ടിയാണ് ആത്മീയ ചിന്ത. അവിടെ അറിയാം. സ്തോത്രം സ്തോത്രം. ആത്മീയ ചിന്ത കൂടുന്തോറും ആത്മാവെന്ന ദൈവത്തോട് അടുക്കുക. ഭൗതിക ചിന്ത കൂടുന്തോറും ലോകത്തിലേക്ക് നമ്മൾ അടുക്കുക.
ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ലോക ചിന്തയും നമ്മൾ ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരാളും ഒഴിഞ്ഞു പോകുന്നില്ല. ഒഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തയൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ചിന്ത ഇല്ലാത്തതാണ് ദൈവത്തോട് പാപം. ആ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു. ഞാൻ മദ്യപാനിയാണ്, മദ്യപാനിയാണ്, ഒരു പാപമില്ലേ അല്ലേ? എന്റെ പരിഹാരം യേശു ഞാനാ, എന്റെ പരിഹാരം ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ അനുഭവിക്കണം. പക്ഷേ വചനം എന്നോട്ട് അകന്നു, ഞാൻ വചനത്തെ അകന്നു. ആ പരിഹാരം യേശു ക്രിസ്തു. അത് ദൈവത്തോട് ചെയ്യുന്ന പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു തരും. എന്റെ അമ്മയോട് ചെയ്ത പാപത്തിന്റെ പരിഹാരം ആരാണ് വരേണ്ടത് അറിയാം? എന്റെ അമ്മ എനിക്ക് പാപ പരിഹാരം തരണം. ഞാൻ ചെയ്യണം അമ്മയോട് ഞാൻ പാപമായിട്ടാണ്. അപ്പൊ എന്താ ഇളമാനറിഞ്ഞൂടെ? സാധാരണ പറയുന്നുണ്ടെന്ന് മുടിയനെ പുത്രനല്ലേ? യഥാർത്ഥ മുടിയനെ പുത്രനാണോ? ബൈബിളുണ്ടോ അങ്ങനെ? ഇല്ല. അപ്പോഴാരാണ് ആ പ്രഖ്യാപനം ഇറക്കിയത്? സ്റ്റേജുകളിൽ മുടിയന്മാരാണ് ഇറക്കിയത്. മുടിയന്മാരാണ് അദ്ദേഹത്തെ മുടിയനെ പുത്രൻ അല്ലേ? അദ്ദേഹം മുടിയനെ പുത്രൻ ബൈബിളുണ്ടോ? അപ്പന്റെ അത് ഇവരെന്താക്കി മുടിയനായ പുത്രൻ. ആരെന്താണ് മുടിയൻ? ഇവര് തന്നെയാണ്. ഇവർ അദ്ദേഹത്തെ വിളിച്ചോളെ സദസ്യോഗത്തിന്റെ ബാക്കിയല്ലേ? നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തോളം മനസ്സിലാക്കാം. അപ്പോൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിനൊത്തോളം ഈ മനുഷ്യന്റെ അവസ്ഥയാണ്. ഈ മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്തോളം ആ അപ്പന്റെ ഇളയ മകനെ കാണുകയാണ്. ഈ മനുഷ്യനാണ് മുടിയ മോൻ എന്ന് പറഞ്ഞാൽ ആത്മീയത്തെ മുടിക്കുന്നത്, ആത്മീയ ചിന്തകളെ മുടിക്കുന്നത്, മനുഷ്യാത്മാവിനെ മുടിക്കുന്നത്. ഈ മുടിക്കുന്നവർ തന്നെയാണ് അപ്പന്റെ മടങ്ങി വന്ന ഇളയ മകനെ പറയാണ് മുടിയനായി പറയാം. ചോദ്യചിഹ്നം മുന്നിൽ കിടന്നു. വ്യക്തിക്കെതിരായിട്ടില്ല, ചിന്തകൾക്കെതിരായി. വേണ്ടേ നമ്മളെ മുടിയനാവരുത്. പക്ഷെ ആ മടങ്ങി വന്ന അപ്പന്റെ ഇളയ മകൻ ഏറ്റവും അന്തസ്സായ മനസ്സിലാണ്. ഇത്രയൊക്കെ നശിപ്പിച്ചെങ്കിലും മടങ്ങി വന്നത് അന്തസ്സായ മനസ്സിലാണ്. സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കി ആ മനുഷ്യൻ ആ ഇളയ മകന്റെ മടങ്ങി വരുന്നത് സ്വർഗത്തിൽ ഉണ്ടാക്കി സന്തോഷം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണ്ടേ? ആ മനുഷ്യനെ മാനിക്കട്ടെ, മടങ്ങിയെന്ന മനുഷ്യനെ മാനിക്കട്ടെ. അതാ മുടിയനെ പുത്രൻ എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ടോ? മുടിയനെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി പറയണ്ടേ? ഏറ്റവും നിങ്ങളുടെ കർത്താവെ സ്തോത്രം. അവിടുന്ന് ശബ്ദം വന്നു, ഇവിടുന്ന് ശബ്ദം വന്നു, ഇവിടുന്ന് ഒക്കെ ശബ്ദം വന്നു. മുടിയനെ പുത്രൻ ഞാൻ ഏറ്റു വന്നു. മുടിയനെ ഞാൻ പറഞ്ഞു എന്നെ പോലെ മുടിയ വേറെ എന്റെ ജീവിതത്തിൽ എന്നെ പോലെ മുടിയ വേറെ ഇയാളുടെ ജീവിതത്തിൽ ഇയാളല്ല വേറെ മുടിയനാണ്. അവരവരെ മനസ്സിലാക്കണം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കണം. ഞാനല്ലാതെ മുടിയനായവൻ എന്നെ പോലെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അവൻ മുടിയന്മാരാണ്. അതായത് ആത്മീയത്തെയും വചനത്തെയും ദൈവാത്മാവിന്റെ ഉപദേശത്തെയും മുടിക്കുന്ന മുടിയന്മാരാണ്. സ്റ്റേജുകളിൽ നിന്ന് അപ്പന്റെ ഇളയ മകനെ മുടിയൻ എന്ന് പറയുന്നത്. സ്തോത്രം അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന് പറയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മ വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യൻ എന്റെ ഭാഷ പറഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുക? തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുക. അപ്പോൾ ആത്മീയവർദ്ധന വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വായിലെ വാക്ക് ആത്മീയ കാര്യങ്ങളായിരിക്കും. സ്തോത്രം. അതിന്റെ അർത്ഥം ഭൗതികകാര്യം പറയില്ലെന്നല്ല കേട്ടോ. ഭൗതികകാര്യം പറയില്ല എന്നല്ല, ഭൗതികകാര്യം അതിന്റെ വീര്യം കുറഞ്ഞിരിക്കും, ആത്മീയ കാര്യത്തിന്റെ വീര്യം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ചിന്തിക്കണം, നമ്മൾ മുതിർന്ന് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുക. അത് നമുക്ക് വായിക്കാം. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് സഭ അമേരിക്കയോടുള്ള സഭയ്ക്ക് ആത്മീയ വർദ്ധന. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് കൂടിയിരിക്കുന്ന എല്ലാവരും ആത്മീയ വർദ്ധന വരുന്നു. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ പ്രവചനം ഉണ്ടെങ്കിൽ, പ്രവാചകർ വന്നിട്ടുണ്ടെങ്കിൽ ആത്മീയ വർദ്ധന വന്നിട്ടുണ്ടോ അതോ ഭൗതിക അനുഗ്രഹത്തിന് ചിന്ത കൂടിയിട്ടുണ്ടോ?
സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവം അയക്കാതിരുന്നിട്ടും അവർ ഓടി, ദൈവം അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. ദൈവം അരുളി ചെയ്യുന്നത് യെശയ്യാ പ്രവചനം 59 പോലെ, പക്ഷെ ഇവർ അരുളി ചെയ്യുന്നത് ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിനൊത്തവണ്ണമാണ്. ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിനൊത്തവണ്ണമുള്ള പ്രവചനം അവൻ ദൈവത്താലുള്ള പ്രവചനം അല്ല എന്നും അത് ലോകത്തിന്റെ ഇമ്പങ്ങളുടെയും പ്രവചനമാണെന്നും അത് ലോകത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മുടെ മാനസാന്തരത്തിന് വളരെ ഗുണമുണ്ടാകും. അങ്ങനെ നമ്മുടെ ആത്മീയ വർധന ഉണ്ടാകും, അതിന്റെ ചിന്തകൾ വർദ്ധിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്തോറും ആത്മാവാകുന്ന ദൈവത്തെങ്കിലേക്കുള്ള ആകർഷണം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതും ക്രമീകരിച്ചുകൊണ്ടേയിരിക്കേണ്ടതും. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു 30, 60, 100 മേനി, 100, 60, 30 മേനി. അപ്പോൾ ഷോട്ടിംഗ് ഉണ്ട് അല്ലേ, ഗമനമുണ്ട്, ആഗമനമുണ്ട് അല്ലേ. അതായത് കൂട്ടായ്മയിൽ വരുമ്പോൾ 100 മേനി, വീട്ടിൽ പോകുമ്പോൾ 60 മേനി, പൊതു മേഖലകളിലേക്ക് പോകുമ്പോൾ 30 മേനി ആത്മീയനാണ്. ആത്മീയ വിത്ത് 30 വേണം, ആത്മീയ ഫലം 30 വേണം, ആത്മീയ ചിന്തകൾ 30 വേണം. ഹല്ലേലൂയ. 30 സ്കൂട്ടി ഓടിക്കുന്ന സ്കൂട്ടി 30, 35, 40, 40, 50, 55, 60, 70. എത്ര പേരുണ്ട്? 80, 60 വെളിയിൽ പോയി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 60 പോകണ്ട, 40 വരും. അതിലെ അനുസരിച്ചുള്ളൂ ഇല്ലേ. ഹല്ലേലൂയ. അങ്ങനെ 40 വന്നു. ഇനി കുറച്ചുകൂടെ നല്ല പ്രാക്ടീസ് ഉള്ളത് അതിന്റെ ഓട്ടിക്കുന്നവര് 60, 80, ചിലർ 90, ചിലർ 100 കാണുമായിരിക്കാം. അത് കഴിയുമ്പോൾ തിരിച്ചിരട്ടെ. നൃത്തമാസികളല്ല, നമുക്ക് ആത്മീയത്തിൽ മൊത്തം സുഖമല്ലേ. പള്ളിയിൽ പോയത് സുഖം, പ്രാർത്ഥിക്കരുത് സുഖം. പിന്നെ ചിലപ്പോ 1, 2, 4, 5 വരെയൊക്കെ അല്ലേ, ചിലപ്പോ ഒരു 5 വരെയൊക്കെ കയറുമായിരിക്കും, ചില 10 ചിലപ്പോൾ 10 മേലെ കയറുമായിരിക്കും. സ്തോത്രം. ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അറിയോ? ആത്മീയ വർദ്ധനവിന്റെ നിലപാട് മനസ്സിലാക്കിയാൽ നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റും. നമുക്ക് കൂടുതൽ അതിനെ ചിന്തിക്കാൻ പറ്റും. ആ ചിന്തയെ വർദ്ധിപ്പിക്കാൻ പറ്റും. സ്തോത്രം. ആ ചിന്തയെ വർദ്ധിപ്പിക്കാനായി പറ്റും. ഹല്ലേലൂയ. ഇത് ദൈവാത്മാവ് ഒരു മനുഷ്യനെ ആത്മീയ തലത്തിലേക്ക് വാർത്തെടുക്കുന്നതിന്റെ അടയാളങ്ങളാണ്. ഇത് നമ്മൾ കർശനമായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഇടം കൊടുത്താൽ ഈ മനസ്സിലാക്കുന്ന കാര്യത്തിന്മേൽ കർത്തൃത്വം ചെയ്യാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തി കഴിയും, ഓരോ പ്രവർത്തനം കഴിയും. ഹല്ലേലൂയ. വീണ്ടും കയറിക്കൊണ്ടിരിക്കും, ആത്മീയ തലം കയറിക്കൊണ്ടിരിക്കും, ആത്മീയ ചിന്തകൾ കയറിക്കൊണ്ടിരിക്കും, ആത്മീയ മനോഭാവം വളർന്നുകൊണ്ടിരിക്കും. അതാണ് ആത്മീയ ഭാഷയുടെ പ്രത്യേകത. പ്രവചനം സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുന്നു. അടുത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കൂടി വരുന്നവരെല്ലാവരും എന്ത് സംസാരിക്കണം? അന്യഭാഷയിൽ സംസാരിക്കണം എന്നും വിശേഷാൽ എന്ത് ചെയ്യണം? പ്രവചിക്കണം. പ്രവചിച്ചാലുണ്ടല്ലോ സഭയ്ക്ക് ആത്മീയ വർദ്ധന. എല്ലാവരും അന്യഭാഷ പറഞ്ഞാൽ അവരവർക്ക് ആത്മീയ വർദ്ധന. ഇതിൽ നമ്മൾ കുറവ് വരുത്തരുത് കേട്ടോ. ഇതിൽ കുറവ് വരുത്തുണ്ടാക്കുന്ന ആര് ലോക അനുഗ്രഹത്തെ കുറിച്ച് പ്രവചിച്ചാൽ അതിന് എതിരായി ശക്തമായിട്ട് ദൈവം പ്രതികരിക്കും. ദൈവം പ്രതികരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പക്ഷം നിൽക്കണം. നമ്മൾ ദൈവത്തിന്റെ പക്ഷം നിൽക്കണം. യോശുവ നിന്നതുപോലെ നമ്മൾ ദൈവത്തിന്റെ പക്ഷം നിൽക്കണം. ഫറവോന്റെ പക്ഷം നിൽക്കരുത്. ഫറവോനാകുന്ന ലോകത്തിന്റെ പക്ഷം നിൽക്കരുത്. ലോക അനുഗ്രഹത്തിന്റെ പ്രവചനത്തിന്റെ പക്ഷം നിൽക്കരുത്. നമ്മുടെ ചിന്ത ലോകമായിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരും.
ദൈവാത്മാവിൻ നാളുകളിൽ ആമേൻ നമുക്ക് വേണ്ടി വാദിക്കുക, നമുക്ക് വേണ്ടി തുണയ്ക്കുക, നമുക്ക് വേണ്ടി വാദിക്കുക, നമുക്ക് വേണ്ടി തുണയ്ക്കുക. റോമലേഖനം 8:26 വാക്യം പറയുന്ന പോലെ അവൻ പരിശുദ്ധ ആത്മാവ് അവൻ നമുക്ക് വേണ്ടി തുണയ്ക്കുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ നാമത്തിൽ റോമലേഖനം 8:26 അതൊക്കെ അതുകൊണ്ട് തന്നെ ആത്മാവ്, ഏതാത്മാവ്? ദൈവാത്മാവ്, ആത്മാവോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണയ്ക്കുന്നു. എന്തിനു തുണയ്ക്കുന്നു? ഇനി ബലഹീന ആകാനല്ല, ബലം പ്രാപിക്കാൻ വേണ്ടി, ബലഹീനാവാനല്ല, ബലപ്പെടുത്താൻ വേണ്ടി, ലോകപ്രകാരം ബലപ്പെടുത്താനല്ല, ആത്മീയമായി ബലപ്പെടുത്താൻ വേണ്ടി, ആത്മീയ ചിന്തകൾ ബലപ്പെടുത്താൻ വേണ്ടി, ആത്മീയ വർത്തനങ്ങൾ ബലപ്പെടുത്താൻ വേണ്ടി ആത്മാവോട് വേണ്ട. പക്ഷേ പരിശുദ്ധാത്മ പാപം തരുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. ദൈവത്തിന്റെ അകന്നെന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. ആത്മീയ ചിന്തയുടെ നമ്മൾ അകന്നെന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ പരിശുദ്ധാത്മ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി തുണയും. ആരാണെങ്കിലും വലിയ പ്രവാചകൻ 3 സുഭാസത്തിനെ വിളിച്ച പ്രവാചകൻ തുണയ്ക്കും. നമ്മൾ യാത്ര നയിക്കണം. ഒരു ശുശ്രൂഷ വരെ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ശുശ്രൂഷിക്കുക, ഞാനുണ്ട് ശുശ്രൂഷിക്കുക. നിങ്ങൾ എല്ലാവരും നാമേ പറഞ്ഞ് സ്വന്തം പറഞ്ഞ് എന്നെ വഴി പറഞ്ഞിരിക്കുക. രോഗസൗഖ്യത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശുശ്രൂഷിക്കുക. അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചാൽ നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവത്തോളം എവരെ പ്രവചിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ പൈസ കണ്ടത് പരിശുദ്ധാത്മാവ് ദശാംശത്തിന് വേണ്ടിയല്ല തുടങ്ങി. എവരൊക്കെ എന്തിനു വിളിക്കണം? എത്ര ദിവസം എടുക്കാം? കുറഞ്ഞ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ജോലിയുണ്ട്, നമുക്ക് ജോലിയുണ്ട്. ഇപ്പൊ ഒരാള് ഗൾഫിലാണ്, അത്രയേ ഉള്ളൂ. അത് നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് കാരണം അവര് മനസ്സിൽ പൂർവ്വത്തിലുള്ളൂ. നമ്മൾ ജയിലിൽ കിടക്കുന്ന പാമ്പെടുത്ത് തോളിട്ടിട്ട് ഒത്തുകൂടും. തിരിച്ചത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുക. ദൈവത്തിന് ആരോടും വെറുപ്പില്ല, എനിക്കും ആരോടും വെറുപ്പില്ല. പക്ഷെ സത്യത്തിന് സത്യമാണ്, സത്യത്തിന് സത്യമാണ്. പരിശുദ്ധാത്മാവ് ബലഹീനർക്ക് വേണ്ടി ദൈവിക ബലം ഇല്ലാതിരിക്കുകയും ദൈവിക ബലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മ തുണയ്ക്കും. പരിശുദ്ധാത്മ തുണയുണ്ടാവുമല്ലോ. ഓരോ തൊട്ട പിശാചുകൾ പഠിക്കാൻ പറ്റില്ല, ഒരു അന്യായ ബന്ധനങ്ങൾ പഠിക്കാൻ അവിടെ ഇരിക്കാൻ പറ്റില്ല, ഒരു ജനദേവതയ്ക്കും നമ്മെ എതിർക്കാൻ പറ്റില്ല, ഒരു ദേശാധിപതിക്കും നമ്മെ എതിർക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മ അങ്ങോട്ട് പോകും, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു ഒരാചാരത്തിൽ നമ്മളൊന്നും കാണിക്കില്ല. ആരെ എവിടെ കൂടി കോഴിത്താൽ ഇരട്ടമീത്തിയാണ് ഒന്നും ഞാൻ കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തുറന്നേക്കൊണ്ടൊക്കെയാണ് നാം വായിക്കുന്ന ഓരോ വചനത്തിന്റെ വാതിൽ തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിക്കും.
പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കണം, പരിശുദ്ധാത്മ നമ്മോട് ഇടപെടണം. പരിശുദ്ധാത്മ ഇടപെടുന്നത് നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഈ നാളിൽ തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിക്കുക. ഇത് നമ്മുടെ ദർശനമായി മാറട്ടെ, ഇത് നമ്മുടെ സ്വപ്നമായി മാറട്ടെ, ഇത് നമ്മുടെ ജീവിത സ്വപ്ന വ്യാഖ്യാനമായി മാറട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മീയ വർദ്ധനവിന്റെ വലിയൊരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില്, എല്ലാ കുടുംബങ്ങളില്, വിശേഷ തലമുറകളിലും അത് വ്യാപരിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ സഫലീകരിക്കപ്പെടും. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവരോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ, എല്ലാവരും ഭാഷ പറയുന്നുവെങ്കിലോ അവിശ്വാസിയിലോ ആത്മവരമില്ലാത്തവരിലോ ഒരാൾ അകത്ത് വന്നാൽ, നിങ്ങളുടെ ഇടയിൽ വന്നാൽ, എല്ലാവരുടെ പ്രവചനത്താലും അന്യഭാഷയാലും ആ വന്ന വ്യക്തിക്ക് പാപബോധം വരും. വന്ന വ്യക്തിക്ക് എന്ത് വരണം? അവസരമൊക്കെ വരണം, അത് പാപബോധം. നമുക്കെന്ത് വരണം? നമുക്ക് കൂട്ടായ്മയിൽ പാപബോധം എത്രത്തോളം വന്നിട്ടുണ്ട്? ലോകാനുഗ്രഹത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? പാപബോധം അങ്ങനെയുള്ള കൂട്ടായ്മ അവിടുത്തെ വിശേഷം വായിക്കണം. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. ആ മനുഷ്യൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവരുടെ ഹൃദയ രഹസ്യങ്ങളും അവിടെ ഹൃദയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ടു വരും. അങ്ങനെ ആ മനുഷ്യൻ കവണ്ട് വീണ് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. കൺവെൻഷനിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് അറിയാലോ, കമന്ന് വീഴും മറന്നു വീഴും. എന്നെ മറന്ന് തള്ളമാക്കിയിട്ടുണ്ടാവും. ശക്തമായിട്ട് ഈ വചനത്തിന്റെ ചെറിയ പ്രകാശനം അപ്പോഴും സ്തോത്രം ഇപ്പൊ കുറച്ചുകൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അധികമായി വരണമുണ്ട്. ഹല്ലേലൂയ. കൃത്യ തള്ളിയൊന്നും എന്തിനാ കടത്തി വിടുക? പക്ഷെ ഇവിടെ എങ്ങനെയാണ് വീഴുന്നത്? ആരും കമത്തി വീഴ്ത്തിയല്ല, ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അവിടെ ഉള്ളിടത്ത് എന്ത് കാണും? യേശുക്രിസ്തു ഉള്ളിടത്ത് എന്ത് കാണും? പരിശുദ്ധാത്മാവുള്ളത് പാപബോധം കാണാം. അവിടെ യേശുക്രിസ്തു അതാണ് കൂട്ടായ്മ. അതാണ് കൂട്ടായ്മ. അതാണ് കൂട്ടായ്മ. അതാണ് കൂട്ടായ്മ. കൂട്ടായ്മ ആചരിച്ചു പോന്നു. കൂട്ടായ്മ ആചരിച്ചു പോന്നു. നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ടത് എന്തുണ്ട്? ഭക്ഷണപാനീയം മാത്രം അറിയോ? അതൊക്കെ സൈഡായിക്കോട്ടെ. പക്ഷെ നടുവിലാര് വേണം? നടുവിൽ പരിശുദ്ധാത്മ വേണം. പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു കൂടെ വേണം. കാരണം പരിശുദ്ധാത്മാവിന് പാപബോധം വരുമ്പോൾ ക്രിസ്തുയേശുവിനാൽ പാപം പരിഹാരം. നമ്മുടെ കൂട്ടായ്മ അത് സംഭവിക്കണം. അത് സംഭവിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു മനസ്സുള്ളവരാണ്. വചനത്തോട് ഏകീഭവിക്കണം. ദൈവത്തോട് ചെയ്യുന്ന പാപത്തിൽ നമ്മള് അവൻ പരിഹാരം പ്രാപിക്കണം. വചന ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതിന് യോഗ്യമായി നിലത്ത് ദൈവത്തിന്റെ ആത്മാവ്
വ്യക്തികളോട് കൂട്ടായ്മയായി ഇടപെടുമ്പോൾ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളും, അംഗീകരിക്കും. അന്യഭാഷയ്ക്ക് മാത്രമല്ല, ഭാവബോധത്തിന് അന്യഭാഷ ഭാവബോധമായി മാറും. ഭാവബോധം അന്യഭാഷയിലൂടെ ഏറ്റുപറയുന്നതായി മാറും. നിസ്സാരമായ അന്യഭാഷ പറഞ്ഞു വിടാറില്ല. എനിക്ക് അന്യഭാഷ നിസ്സാരമായി പറയാനില്ല. അന്യഭാഷ പറയണം, എല്ലാവരും അന്യഭാഷ പ്രാപിക്കണം. അപ്പോൾ തന്നെ അന്യഭാഷ ദൈവത്തോടുള്ള പാപത്തെ ഏറ്റുപറയുന്ന ഭാഷ. നമുക്ക് ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നതിനെതിരായി എന്തൊക്കെ ചിന്തയുണ്ടോ അതൊക്കെ ഏറ്റുപറയിപ്പിക്കുന്ന ഭാഷയാണ് പ്രപഞ്ചബോധമുണ്ടോ? അന്യഭാഷ ഏറ്റുപറയും. ജഡമോക കണ്ണോക ജീവനത്തിന്റെ പ്രതാപം പലവിധമാണ്. ഉണ്ടോ? അന്യഭാഷ ഏറ്റുപറയും. സ്ത്രീയെ മോഹിക്കേണ്ടത് അല്ലെങ്കിൽ പുരുഷനെ മോഹിക്കേണ്ടത് അമ്മയെ ഹൃദയത്തിൽ ചിന്തിച്ചു. ഇതൊന്നും ആരും അറിയുന്നില്ല. പക്ഷേ ദൈവാത്മാവ് ദൈവം ഇത് അന്യഭാഷ ഏറ്റുപറയും. ഇങ്ങനെ നിരവധി നിരവധി എണ്ണമില്ലാത്ത പാപങ്ങളിലും നമ്മെ ഇടിലിപ്പാലിരിക്കൊണ്ട് യേശു കർത്താവിനെ യേശു എന്ന് പേരിടും. ആ യേശു കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മ നമ്മുടെ ഇടപെടുന്ന തക്കവണ്ണം നാം ഒരു ദിവസമുള്ളവരെ അതിനാൽ നമ്മെ സമർപ്പിക്കും. ഓർപ്പിക്കുക, രക്ഷിപ്പാൻ കഴിയാതൊന്നും കേൾപ്പാൻ കഴിയാതൊന്നും നമ്മുടെ അകത്തിൽ നമ്മുടെ പാപങ്ങൾ അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരിക്കുന്ന പാപ അവസ്ഥകൾ, ഇഹലോകത്തിലെ ചിന്തകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പാപ അവസ്ഥകൾ ഇതെല്ലാം നമ്മെയും ദൈവത്തെയും ഒപ്പം വിശുദ്ധിയെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കും. നമുക്ക് ഏറ്റുപറയാം, വിശുദ്ധി പ്രാപിക്കാം. ദൈവാത്മാവ് പറയുന്നത് ഞാൻ വിശുദ്ധനാകുകയാണ്, നിങ്ങൾ വിശുദ്ധരാകുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന വിശുദ്ധി പ്രാപിക്കാൻ യേശു ക്രിസ്തുവിനാൽ അല്ലാതെ വേറെ ആരാലും കഴിയില്ല. ആകയാൽ യേശു ക്രിസ്തുവിനാൽ പ്രാപിക്കേണ്ടുന്ന അഭിഷേകം വിശുദ്ധികൾ പ്രാപിപ്പണ്ടത്തോളം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെട്ടുകൊണ്ട് നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം, കണ്ണീർ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ അൻപത് നിങ്ങളുടെ മഹത്വമേറിയ നാമത്തിന്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉപദേശമായി, തിരിച്ചറിവായി, പ്രബോധനമായി, വെളിപ്പെടുത്തുന്നതിനായി ആയിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിൽ, ചിന്തകളിൽ, മനോബോധത്തിൽ അങ്ങനെ ഉപദേശത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ ഉപദേശത്തിന്റെ മഹത്വം തീവ്രമായി വ്യാപരിക്കട്ടെ. ആരെയെ തകർക്കുന്ന ചിറ്റിലമായ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ സമർപ്പിക്കും. കുഞ്ഞുകുട്ടികളും നിരാശരാകുവാൻ അവിടെ അഭിഷേകത്തിന്റെ ധ്വനി വ്യാപരിക്കും. അഭിഷേകത്തിന്റെ വളർച്ച കുഞ്ഞുകുട്ടികളുടെ മേലെ വ്യാപരിക്കുക. ബാല്യക്കാർ പ്രവചിക്കുക, ബാല്യക്കാർ അത്ഭുതങ്ങളെ കാണുക, അടയാളങ്ങളെ കാണുക, ആമേ വീര്യപ്രവൃത്തികളെ ചെയ്യുക. അതിലോക ഇമ്പത്തിനല്ല, ദൈവരാജ്യത്തിന് യോഗ്യമാക്കുക, ദൈവസ്നേഹത്തിന് യോഗ്യമാക്കുക. ബാല്യക്കാർ അഭിഷേകത്തിൽ നിറയുക, ബാല്യത്തിൽ മുഖം ചുമക്കുന്നവരായി കർത്തൃനാമത്തിൽ പ്രിയപ്പെട്ടവർ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കയ്യിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ വചനത്തിൽ പ്രിയമുള്ളവരായി ധ്യാനത്തിൽ വളരുന്നുണ്ട്. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കൊണ്ടൊക്കെയാണ് ഓരോരുത്തരും ആഗ്രഹത്തോട് പ്രാർത്ഥനയുണ്ട്. ബലിയപ്പെടുന്ന സമർപ്പണം ചെയ്തുകൊണ്ട് ബലങ്ങളൊക്കെ കേട്ടാണ് മകത്തിന്റെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൂട്ടായ്മ വെളിപ്പെട്ട വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയോടെ ഇടപെട്ട് അധികമായി ഇടപെടുകൊണ്ടൊക്കെ ദൈവകൃപയ്ക്കായി സമർപ്പണം ചെയ്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മകത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് തൊഴിൽക്കൊണ്ടൊക്കെ വേണം നമുക്കെല്ലാവരും സമർപ്പണത്തോടെ ഐകമത്യത്തോടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിത്യ സ്നേഹം അറിയിക്കുന്നു.
Amin. Nanti nasihatnya Israel. Sotram. Tuhan menjaga studi yang Oh, glory.